ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കിയ മുക്കം നഗരസഭ ഇനി സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത നഗരസഭ. ബുധനാഴ്ച വൈകിട്ട് മുക്കം മിനി പാർക്കിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA മുക്കത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത നഗരസഭയായി പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർമാൻ PT ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുക്കം നഗരസഭയിലെ 33 വാർഡുകളും വാർഡിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മറ്റു പൊതുസ്ഥലങ്ങൾ, നഗരത്തിലെ പൊതുയിടങ്ങൾ എന്നിവയെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നഗരസഭയെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത്. മാലിന്യ സംസ്കരണ മേഖലയിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച വീട്ടുകാരെയും സ്ഥാപനങ്ങളെയും രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന ബഹുമതി നേടിയ P. ഉണ്ണികൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്തിലെത്തുന്നവർക്ക് അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ ബിന്നുകൾ, എല്ലാ വാർഡുകളിലും ശുചിത്വ സന്ദേശ ബോർഡുകൾ, ഡിവൈഡറുകളിലും കൈവരികളിലും പൂച്ചെടി വെച്ചു പിടിപ്പിക്കൽ, ഭിത്തികളിലും മറ്റും ശുചിത്വ സന്ദേശങ്ങൾ, കൈവരികളിലും മറ്റും പെയിൻറ്റിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു. കൂടാതെ വീടുകളിലെ ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, കിച്ചൺ ബിൻ, ബിൻ തുടങ്ങിയവയും നഗരസഭ നൽകിയിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ പിഴ ചുമത്തുമെന്നും നഗരസഭാധികൃതർ വ്യക്തമാക്കി. മുക്കം മിനി പാർക്കിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA മുക്കത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത നഗരസഭയായി പ്രഖ്യാപിച്ചു. നമുക്ക് എന്ത് ചെയ്യണം? മുക്കം നഗരത്തെയും മാറ്റണം. മുക്കം നഗരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു നഗരമാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. മുക്കം സൗന്ദര്യവൽക്കരണത്തിന് 2ാം ഘട്ടം നടപ്പിലാക്കാൻ വേണ്ടി പോവാണ്. സംസ്ഥാന ഗവൺമെന്റ് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നർ റോഡുകളും തൃക്കടമണ്ണ ക്ഷേത്രത്തിലേക്കുള്ള റോഡും നമ്മുടെ മാർക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ മുക്കം വൈബ്രിഡ്ജിലേക്കുള്ള ഓർഫനേജ് റോഡും എല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ 5 കോടി രൂപ വെച്ചിരിക്കുകയാണ്. മുക്കം എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിൽ വളരുന്ന ഒരു നഗരമാണ്. ആ വളർച്ചയിൽ ആ മുക്കത്തിന്റെ സൗന്ദര്യമാകെ സംരക്ഷിച്ചു പോകുന്ന നിലയിലുള്ള പ്രഖ്യാപനങ്ങളാണ് മുക്കം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന്. നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KP ചാന്ദിനി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V. കുഞ്ഞൻ, E. സത്യനാരായണൻ, അബ്ദുൽ മജീദ്, കൗൺസിലർമാരായ ഗഫൂർ കല്ലൂരിട്ടി, വേണു കല്ലൂരിട്ടി, MT വേണുഗോപാലൻ, അബ്ദുൽ ഗഫൂർ, MB വിജയകുമാർ, K. മോഹനൻ, TK സ്വാമി, നഗരസഭാ സെക്രട്ടറി ബിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.